മോഹൻലാൽ, പോക്കിരി സൈമൺ, ശകടം എല്ലാം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്റെ ഒരു ആരാധകനെയാണ്. എനിക്കവൻ പലതവണ മുടിവെട്ടി തന്നിട്ടുണ്ട്. എനിക്ക് പിറക്കാതെ പോയ ആരാധകനാണവൻ. സിംഗപ്പൂർ രജനി. നിങ്ങൾ അവനെ ഒന്ന് കണ്ടിട്ട് വാ. வெளியில சிங்கப்பூர்ல வெளியில போன வச்சுக்கலாம், எல்லாரும் பார்த்தாலும் சேம் லைக் ரஜினி சார் அப்படின்னு தான் சொல்லுவாங்க. സത്യം. രജനീകാന്തിന്റെ അതേ രൂപം, അതേ ഭാവം, അതേ അഭിനയം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേറ് കോലം പോലെ. ഇയാളാണ് സിംഗപ്പൂര് രജനി. തമിഴ്നാട്ടില് രജനീകാന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇമാതിരി കോലം കെട്ടി നടന്ന അവന്മാരെ എടുത്തിട്ടടിക്കും. അതുകൊണ്ട് സിംഗപ്പൂരില് അധികം ആൾക്കാരൊന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് ഈ അപരാധം ഷൂട്ട് ചെയ്തിരിക്കണത്. രജനി, സിംഗപ്പൂർ രജനി, രജനി 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 രജനീകാന്ത് ആണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ഓരോ കോപ്രായങ്ങളൊക്കെ കാട്ടി നടക്കാണ്, വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. രജനി, സിംഗപ്പൂർ രജനി. അതോ ഇനി ഇയാളുടെ നാട്ടിലത്തെ ആൾക്കാര് ശല്യം സഹിക്കാൻ പറ്റാണ്ട് സിംഗപ്പൂരിലേക്ക് കയറ്റി വിട്ടതായിരിക്കും. രജനി, സിംഗപ്പൂർ രജനി. ഇയാളെ രജനീകാന്തിനെ പോലെ തോന്നിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ സിനിമയിൽ ഇവരൊരു പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. സോൾജേഴ്സ്, എന്റെ പേരും പറഞ്ഞൊരു സിംഗപ്പൂര് തെണ്ടി ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. അവനെ നമുക്ക് കണ്ടുപിടിക്കണം. ஹே சிங்கு, எதை முதல்ல சொல்லலாம்? என் பேரை கெடுக்க நினைக்கிற இந்த மூளையவா, இல்ல என்ன மாதிரியே இருக்குன்னு சொல்றவோ மூஞ்சியவா? ഏയ്, ഇത് നമ്മുടെ പഴയ സിനിമയിലൊക്കെ വരുന്ന കൊച്ചിൻ അനീഫയുടെ ഗെറ്റപ്പ് അല്ലേ? ഇയാളെന്താ ചത്തോ? ഓ, ഇയാള് ഹോട്ടാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. സംഭവം എന്താന്ന് വെച്ചാ ഇയാൾക്ക് ഡാൻസ് കളിക്കാനൊന്നും അറിയില്ല. അതുകൊണ്ട് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് മാത്രം പുറത്തുനിന്ന് വേറെ ആരൊക്കെയോ കൂലിക്ക് എടുത്തിട്ടുണ്ട്. കഷ്ടപ്പെടുന്നത് നീയും കയ്യടി മേടിക്കുന്നത് അവനും. അതിന്റെ വല്ല ഉളുപ്പ് അവന് മൂത്തോണ്ടോ നോക്കി. ഇയാൾക്കെന്താ പെട്ടെന്ന് കോച്ചിവാദം പിടിച്ചോ? എന്തൊക്കെയാണ് ഇയാൾ കാട്ടണത്? അതെ, നിങ്ങളുടെ ചിറി തുടയ്ക്കാൻ ഇത് ടിഷ്യൂ പേപ്പർ അല്ല. ആ വിവരം കേട്ടവൻ ഇങ്ങനെ കേറി ഉമ്മ വെക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. രജനീകാന്തിന്റെ പേരും പറഞ്ഞ് മുതലെടുക്കാണല്ലോ സജി. രജനി, സിംഗപ്പൂർ രജനി. അത് പറഞ്ഞാണല്ലോ ആശാനെ. എടോ, സമ്മതിച്ചു, താൻ രജനീകാന്ത് തന്നെ സമ്മതിച്ചു. ഈ ഒരു ഒറ്റ പാട്ട് മാത്രം 7 മിനിറ്റാണ് ഡ്യൂറേഷൻ. എല്ലാം കൂടി പടം 4 മണിക്കൂറായപ്പോൾ കുറെ വെട്ടിക്കളയേണ്ടി വന്നു സാർ. കഥയിലേക്ക് വന്നാൽ അതിന് കഥ എന്ന് പറഞ്ഞ എന്തെങ്കിലും ഇതിലുണ്ടോ? സാധാരണ നമ്മളൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ലോണൊക്കെ എടുത്ത് സിംഗപ്പൂരിക്കും അമേരിക്കയിലേക്കൊക്കെ പോണത് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പഠിക്കാനൊക്കെ ആയിരിക്കും. എന്നാൽ ഈ സിംഗപ്പൂർ രജനി സിംഗപ്പൂരിൽ നിന്നും ഫ്ലൈറ്റ് ഒക്കെ പിടിച്ച് ഇന്ത്യക്ക് വന്നിരിക്കുകയാണ്. എന്തിനാന്നറിയോ? ഇയാളെന്നെ പറയട്ടെ. ഇയാൾക്ക് എങ്ങനെയാണ് സിംഗപ്പൂർ രജനി എന്ന പേര് കിട്ടിയതെന്ന് നമുക്ക് നോക്കാം. സിംഗപ്പൂർ രജനിയുടെ അച്ഛനും അമ്മയും രജനീകാന്ത് ഫാൻസ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് രജനിയുടെ അച്ഛൻ മരിച്ചു എന്ന് ആരോ ഫോൺ വിളിച്ച് പറയാണ്. ഇത് കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും ഈ സിനിമയുടെ ഒരു നിലവാരം എന്താന്ന്. എന്താ സാർ കട്ട് പറഞ്ഞത്? കൂടുതൽ നന്നായി പോയോ? ஆமா, பிள்ளைக்கு என்ன பேர் வைக்க போற? இவ வயிற்றுல இருக்கும் போது நானும் அவரும் ரஜினி படமாவே பார்த்தோம். அதனால அவருடைய பேரே இவனுக்கு ரஜினின்னு வைக்கலான் இருக்கேன். ரஜினின்னு பேர் வைக்காத, സിംഗപ്പൂർ രജനിൻ. ഇനി സിംഗപ്പൂരിനെ കുറിച്ചൊരു പാട്ടാണ്. അതിന്റെ ഇടയിൽ കൂടെ സിംഗപ്പൂർ രജനിയുടെ കുറച്ച് ടഫ് സ്റ്റെപ്പുകളൊക്കെ വരുന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് ആവശ്യമൊന്നുമില്ല. പിന്നെ എന്തിനാന്ന് ചോദിച്ചാ, പ്രതിവേട്ട എങ്ങനെയുണ്ട്? സൂപ്പർ. ഇങ്ങളെ ഓനെ എങ്ങനെ സഹിക്കുന്നപ്പാ? ഇത് ഡാൻസ് ആണോ അതോ ഈ പെണ്ണ് ഇയാളെടുത്ത് വെള്ളത്തിലിടാൻ കൊണ്ടുപോകണം? നീയൊക്കെ എന്റെ അടുത്ത് മിണ്ടാൻ പോലും വരാനുള്ള യോഗ്യതയില്ല. ഇതെന്ത് ഭാഷ? ഈ പാട്ടിലും ടഫ് സ്റ്റെപ്പുകളൊക്കെ ഇട്ട് കളിക്കാൻ വേണ്ടി സംവിധായകൻ പുറത്തുനിന്ന് ആൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. സംവിധായകനെ സിംഗപ്പൂർ അത് പറഞ്ഞാണല്ലോ ആശാനെ.
എടോ ഇതിപ്പോ കൊറേ നേരം ആയല്ലോ, കഥയിലേക്ക് വാടോ. கெட்டப்போ மாத்தணுமா? இது சூப்பர் ஸ்டார் ஸ்டைலு. அவர் மாறினாலும் மாறுவாரு, ஆனா நான் மாற மாட்டேன். என் பாட்டுக்கு என் வேலையை செஞ்சுக்கிட்டு சிவனே நான் ஒரு வழியில போயிட்டு இருக்கேன். എന്നെ ഒമ്പ് കിളിക്കാതിങ്ക. ഇവരുടെ മകനാണ് കേട്ടോ ഈ സിംഗപ്പൂർ രജനി. അതിച്ചിരി കൂടുതലല്ലേ? ഇനി ഒരു രജനി ഫൈറ്റ്. ലക്ക 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 ലക്ക. വഴി കൂടെ പോണവനൊക്കെ ഇയാളെ വന്നിട്ട് അടിച്ചിട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോ ഇയാള് രജനി ഫാൻ ആയിരിക്കോ? അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏയ് അതിന് ഇയാളൊന്നും പറയണില്ലല്ലോ. ഈ സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം ഇംഗ്ലീഷ് അറിയാത്ത ഏതോ ഒരു പൊട്ടനാണ് ഇത് ഡബ് ചെയ്തേക്കണത്. സിംഗപ്പൂർ രജനിക്ക് ഒരു ബാർബർ ഷോപ്പ് ഉണ്ട്. അയാളുടെ അമ്മയാണ് ആ ഷോപ്പ് നടത്തുന്നത്. ഇയാള് വെറുതെ ഓരോ കോമാളിത്തരം കാണിച്ചു നടന്നിട്ട് മാമുണ്ണാറാവുമ്പോ മാത്രം വീട്ടിലേക്ക് വരും. மாமுண்ணான் தேடுங்கோள் ஓடிப்பாഞ്ഞെത്തും. ഇയാളുടെ കടയിൽ ഒരു സ്പെഷ്യൽ ഹെയർ കട്ടിംഗ് സ്റ്റൈൽ ഉണ്ട്, ജെന്റിൽമാൻ കട്ടിംഗ്. ஜென்டில்மேன் கட்டிங்கா அப்படின்னா? മുന്നടി പാത്താ തലപ്പതി. ആ കണ്ടിട്ട് തല വാതി തന്നെ ഉള്ളൂ. രജനി ഫാനായ നമ്മുടെ ഈ ചേച്ചി അതിന്റെ ഇടയിലൂടെ രജനീകാന്തിന്റെ ഏതോ ഒരു സിനിമയുടെ എല്ലാ ലൊക്കേഷനിലും പോയി പൂജയൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. എന്തിനോ എന്തോ. நம்ம சூப்பர் ஸ்டார் ரஜினிகாந்த் இருக்கார்ல, அதுல இருக்கிற எல்லா லொகேஷன்லயும் சூடேத்த சொன்னாரா, அதான் பண்ணிட்டு இருக்கேன். അക്കാ അടുത്ത ലൊക്കേഷൻ சைனீஸ் கார்டன். ഇതൊന്നും എന്റെ അടുത്ത് വേണ്ട, ഞാൻ എത്ര കണ്ടിട്ടുള്ളതാ. പണിക്കൊന്നും പോകാതെ സിംഗപ്പൂർ മൊത്തം തെണ്ടി നടന്ന് ഇയാൾ ഓരോ പെണ്ണുങ്ങളെ വീഴ്ത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത്രയില്ലാത്ത പെമ്പിള്ളേരെ കണ്ടിട്ടാണ് കിളവന്റെ ഇളക്കം. ഇടയ്ക്കിടയ്ക്ക് ചിലത് വീഴുന്നുണ്ട്. ദേ ഇങ്ങനെ. നീ കൊറേ നേടുന്നുണ്ടല്ലോ. ரோஸ், எனக்கு சுத்தி வளைச்சு பேச தெரியாது. உங்களை கல்யாணம் பண்ண ஆசைப்படுறேன். இப்பதானே பழக ஆரம்பிச்சிருக்கோம், நம்ம கொஞ்சம் பேசி பார்க்கலாம். പേസി പാത്താൽ എന്തായാലും കല്യാണം നടക്കില്ല. അതുകൊണ്ടാണ് അയാൾ ഇപ്പൊ തന്നെ കെട്ടാന്ന് പറയണത്. അതാവസ്ഥ. എന്നാലും സിംഗപ്പൂർ രജനി ഇവർക്ക് തന്റെ അമ്മേനേക്കാളും പ്രായമുണ്ടല്ലോടോ. ഇതിന്റെ ഇടയിൽ ക്യൂട്ട്നെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സിംഗപ്പൂരൻ ഓരോ എക്സ്പ്രഷൻസ് ഒക്കെ വാരി എറിയുന്നുണ്ട് കേട്ടോ. ഇയാൾക്ക് എന്താണ് വയ്യേ? ഇതെന്ത് കോലാടോ. സ്റ്റൈലോ ഇതോ? അങ്ങനെ അവസാനം പെണ്ണൊന്നും കിട്ടില്ല എന്ന് മനസ്സിലായപ്പോ സിംഗപ്പൂർ രജനി പണിയെടുത്ത് തിന്നാൻ തീരുമാനിക്കുകയാണ്. விருப்பப்பட்டா தொழில சொல்லி கொடுங்க, கத்துக்கிட்டு நான் உங்களுக்கு சம்பாதிச்சு தரேன். நீங்க வீட்டுல இருக்கலாம். ഇയാള് പണിയെടുക്കാൻ തീരുമാനിച്ച സന്തോഷത്തില് ഇയാളുടെ അമ്മ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയാണ്. முருகா, என் பையனோட கண்ணை திறந்துட்டேன். ரொம்ப சந்தோஷமா இருக்குப்பா. എന്റെ പൊന്നോ, ഇങ്ങനെ ഒരു അഭിനയം. 1 hour later. 2 hours later. ഇതിനേക്കാളും നന്നായിട്ട് എന്റെ വീട്ടിലുള്ള നായ അഭിനയിക്കും. ഇവരെന്താ ഹോൺ അടിക്കുകയാണോ? நீ சொன்னது எதையுமே கேட்கலையம்மா. நீ சொன்னது எதையுமே கேட்கலையம்மா. എന്താ ഇയർഫോൺ വെച്ചിട്ടുണ്ടായിരുന്നോ? ഈ മീശി വെച്ച് കരയിലട കഴുതേ, വെള്ളം വീണ് വീണ് ഇനി അത് വളരും. நாளைக்கு நான் இந்தியா போறேன். போயிட்டு வாங்க. ഇയാളിപ്പോ വന്നാലും പോയാലും ഒന്നും ആർക്കും ഒന്നുമില്ല. സോ ഇങ്ങനെയൊക്കെയാണ് മുടിവെട്ടല് പഠിക്കാൻ വേണ്ടി നമ്മുടെ സിംഗപ്പൂർ രജനി ഇന്ത്യയിലേക്ക് വരുന്നത്. താൻ എന്ത് തേങ്ങാ കൊലയാടോ ഈ പറഞ്ഞോണ്ട് വരുന്നത്? വരുന്നു ആര്? സിംഗപ്പൂർ രജനി. எங்கல நீங்க நல்லா யூஸ் பண்ணிக்கலாம். മോനെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. சிங்கப்பூர்ல வேற யாரும் கிடைக்கலையா? அங்கே கிடைச்சிருந்தா நான் ஏன் இங்க வர போறேன்? இது என்ன பொம்பளைங்க கழுத்துல போட்டுக்கிற துப்பட்டா மாதிரி? ரிமோவேட். இது துப்பட்டா இல்லங்க, டாய். முதல்ல கழட்டு. A few moments later. മനുഷ്യനല്ലേ പുള്ളേ. ஃப்ரெஷ்ஷா தானே வந்திருக்க. ரொம்ப ஃப்ரெஷ்ஷா தாங்க வந்திருக்கேன். எதா இருந்தாலும் சீக்கிரம் ஆரம்பிங்க. എനിക്ക് പണി ഉണ്ടാക്കല്ലേ. അതിന്റെ ഇടയിൽ കൂടെ സൂപ്പർ സ്റ്റാർ റെഫറൻസ്. ഒന്ന് അങ്ങോട്ട് നോക്ക് കണ്ണാ. ஐயோ பாம்பு. பாம்பா! ஐயோ பாம்பு! 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 கடவுளே, பாம்பு! 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 ഇതിനെ റെഫറൻസ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിന്റെ പേരാണ് മുതലെടുപ്പ്. இல்லைங்க, உண்மையிலே பாம்பு இருக்குமோன்னு பயந்துட்டேங்க. பாம்பு! 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 വല്ലാണ്ടങ്ങും ഓവറാക്കല്ലേട്ടാ. അങ്ങനെ ഇയാൾ ഇവരുടെ അടുത്ത് നിന്ന് മുടിവെട്ടലും ഷേവിംഗ് ഒക്കെ പഠിക്കുകയാണ്. ரஜினி, அங்க இருக்க பானை எடுத்துட்டு வந்து சேர்ல செட் பண்ணு. அந்த கிரீம் எடுத்து அப்ளை பண்ணு. அந்த கத்தி எடுத்து ஷேவ் பண்ணு.
கை குடியா ரஜினி. சரி சரி, இப்படி ஒண்ணா சொல்லாம மொத்தமா சொல்லுங்க, எது எதுக்கு சிறைக்கணும்னு சிறைச்சிடுறேன். നീ ഒരു മനുഷ്യനാണോ? ഒരു പുഴുവിനെക്കാട്ടിൽ വൃത്തികെട്ടവനാണ് നീ. നീയൊക്കെ പുഴുത്തെ ചാവത്തുള്ളൂ. இன்னையில இருந்து கஸ்டமருக்கு நீ முடி வெட்டுற. அப்படியா? எங்க கஸ்டமர், எங்க கஸ்டமர்? அக்கா, இவங்க தான் சிங்கப்பூர் ரஜினியா? ஆமா. ஏன்டா என்ன பத்தி சிரிக்கிறீங்க? சிரிக்காம என்ன பண்றது? ஆமா, நீ ஆம்பளையா பொம்பளையா? ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? யோ ரஜினி, ஒரு சின்ன சிம்பிள் போட்டி. என்னடா செய்யணும்? ഒന്നുകൂടി കാണിക്കോ പ്ലീസ്? என்னடா செய்யணும்? ഇയാളിപ്പോ ഛർദിക്കോ? A few moments later. இந்தாப்பா, தோத்துட்டேன், வச்சுக்க. நான் சிங்கப்பூர் ரஜினி மட்டும் இல்ல, சிங்கப்பூர்ல இருந்து வந்திருக்கிற இன்னொரு சிங்கம். ഇയാളെ മുടിവെട്ടിൽ പഠിപ്പിക്കുന്ന 3 പെൺകുട്ടികൾക്കും നമ്മുടെ സിംഗപ്പൂർ രജനി ഇഷ്ടമാവുകയാണ്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. അങ്ങനെ വന്ന കാര്യമൊക്കെ കഴിഞ്ഞ് മുടിവെട്ടലൊക്കെ പഠിച്ച് രജനി സിംഗപ്പൂരിലേക്ക് തിരിച്ചു പോവാണ്. உங்க 3 பேர் மேல எனக்கு ஏதாவது காதல் இருக்குமான்னு எதிர்பார்க்கறீங்க? ஐயடா, அത്രக்கு ദാരിദ്ര്യമുള്ള പെണ്ണുങ്ങളൊന്നും ഈ നാട്ടിലില്ല. அது உண்மைதான். வருஷத்துக்கு ஒரு பயணமாவது நீ வந்துட்டு போனோம்யா. ഇയാൾ ആരാ, മാവേലിയോ? വർഷത്തിൽ ഒരു തവണ സിംഗപ്പൂർ രജനി നാട്ടിലേക്ക് വരും. അങ്ങനെയാണ് ഓണം ഉണ്ടായത് മക്കളെ. ചുമ്മാ അടിപൊളിയല്ലേ? ഈ 3 എണ്ണത്തിൽ ഏതിനെ കെട്ടണം എന്ന് രജനി നറുക്കിട്ടെടുക്കാണ്. சென்பா. அதிர்ஷ்டக்காரடி நீ. മണ്ടി. ஹே, இப்ப சொல்லுங்கடி, சீட்ல யார் பேர் எழுதுனீங்க? என் பேரை தான் எழுதிருப்பீங்க. உங்க தியாகத்துக்கு நான் என்ன கடமைப்பட்டிருக்கேன். അവര് നൈസായിട്ട് പണി കൊടുത്തതാണെന്ന് പാവത്തിന് മനസ്സിലായിട്ടില്ല. உங்க தியாகத்துக்கு நான் என்ன கடமைப்பட்டிருக்கேன். ത്യാഗോ? ഇതിനൊക്കെ ത്യാഗം എന്നാണോ തമിഴ്നാട്ടിൽ പറയണത്? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ പാരവെപ്പ് എന്നാണ് പറയുക. അങ്ങനെ രജനി തിരിച്ച് സിംഗപ്പൂരിലേക്ക് പോവാൻ നിൽക്കുമ്പോ പെട്ടെന്ന് ഏതോ 2 പേര് വന്നിട്ട് രജനിയെ തടയാണ്. ആംബുലൻസോ? ഓ, ഐ ആം പോലീസ്. You and you? W. You are under arrest. അങ്ങനെ സിംഗപ്പൂർ രജനിയെ ആർക്കും കിട്ടിയില്ല. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് സിംഗപ്പൂരിക്ക് കൊണ്ടുപോയി. നീ രക്ഷപ്പെട്ടു. ഇയാളിപ്പോ എന്തിനാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അത് വേണം, വേണം. അങ്ങനെ കാരണം എന്ന് പറയാൻ മാത്രം ഒരു തേങ്ങയില്ല. ഈ രജനി പണ്ട് സിംഗപ്പൂരിലുള്ളപ്പോ ഏതോ ഒരു പലിശക്കാരന്റെ കയ്യിൽ നിന്നും കാശ് കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അയാളാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തു. അതിനിപ്പോ എന്തിനാണ് ഈ സിംഗപ്പൂർ രജനിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഈ അപരാധമൊക്കെ എഴുതി ഉണ്ടാക്കിയവനോട് തന്നെ പോയി ചോദിക്കണം. അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സിംഗപ്പൂർ രജനിയെ പിറ്റേ ദിവസം തന്നെ സിംഗപ്പൂർ പോലീസ് വെറുതെ വിട്ടു. സിംഗപ്പൂർ രജനിയും വിടുതല ചെയ്യപ്പെട്ടാർക്കില്ല. സിംഗപ്പൂരിലേക്ക് പോവാൻ നിന്നവനെ പോലീസ് ഫ്രീ ആയിട്ട് സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയി. ആ യാത്രാക്കൂലി ഇയാൾക്ക് ലാഭം. ഈ കഥയിലൊക്കെ ശരിക്കുള്ള രജനീകാന്ത് അഭിനയിച്ചാൽ തന്നെ പടം പൊട്ടും. പിന്നെയാണ് ഈ സിംഗപ്പൂര്. മോഹൻലാല്, പോക്കിരി സൈമൺ, ഇക്കയുടെ ശകടം, സിംഗപ്പൂർ രജനി. ரஜினி 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 சிங்கப்பூர் ரஜினி.